മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സുക്കിനി കൊണ്ട് ചോറിന് പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സുക്കിനി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയാണ് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നീട് ഞാൻ ഒരു 50 ഗ്രാം തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. സാമ്പാറിനൊക്കെ എടുക്കുന്ന അതേ പരിപ്പാണ്. അത് സുക്കിനിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ പരിപ്പിൻ്റെ അളവും കൂട്ടിയെടുക്കണം. അത് നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം പരിപ്പ്. അത് വേവണ സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട അരപ്പ് ചേർക്കണം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു പിടി, ഏകദേശം ഒരു പിടിയുള്ളൂ. അതിലേക്ക് 4 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടിയും ചേർത്ത് നമുക്ക് നന്നായി മയത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ തുവരപ്പരിപ്പ് വെന്ത് കിട്ടുമ്പോഴേക്കും സുക്കിനി കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾക്ക് ഏകദേശം ഒരു ചതുര കഷ്ണമായിട്ട് നമുക്ക് വെന്ത് കിട്ടാൻ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് അത്ര വലിയ കഷ്ണം ആക്കണ്ട, ചെറുതും ആക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസിൽ ഇതുപോലെ 3 ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തക്കാളിയും മുറിച്ചെടുക്കാം. പുളിക്കനുസരിച്ചിട്ട് ഞാൻ ഒരെണ്ണം എടുത്ത നല്ല പഴുത്ത തക്കാളിയാണ്. അതുകൊണ്ട് ഒരെണ്ണമാണ് എടുത്തത്. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പരിപ്പ് ഒരു 4 വിസിലടിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കുക. കുക്കറിലത്തെ ആവിയൊക്കെ പോയി തണുത്ത ശേഷമാണ് തുറന്ന് നോക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലാണ് ഞാനിത് അടിച്ചെടുത്തത്. ഇനി നമുക്ക് നന്നായി വെന്തിട്ടുണ്ട്. അതൊന്ന് തവി വെച്ച് ഉടച്ച ശേഷം നമുക്ക് തയ്യാറാക്കണ പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇതൊന്ന് തിളച്ച് കിട്ടണം. ഈ പരിപ്പ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒന്ന് തിളപ്പിച്ച് നമ്മൾ കഷ്ണം മുറിച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. സുക്കിനി മുറിച്ച ശേഷമാണ് ഞാൻ നന്നായി കഴുകിയെടുത്തത്. ഇനി നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇതിന് കൂടുതൽ വേവില്ല. പരിപ്പൊക്കെ ആദ്യം വേവിച്ചെടുക്കാനുള്ള കാര്യം തന്നെ അതാണ്. അതുകൊണ്ട് നമുക്ക് കൂടെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടണം. അതിന് കുറച്ച് പൊടികളും കൂടി ചേർക്കേണ്ടതുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഞാൻ മുളക് പൊടി ചേർത്തു. അത് കുറച്ച് എരിവ് വേണം ഈ കറിക്ക്. ഇനി എല്ലാം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ച് ഇത് വേവട്ടെ. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഒരു 4-5 മിനിറ്റ് നേരം നമുക്ക് കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കുക. പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് വെള്ളം ഒന്ന് വറ്റി കിട്ടും വേണം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമുക്ക് കുറച്ച് കുറുകിയിട്ടാണ് ഈ കറി ഇരിക്കേണ്ടത്. ഇത് കുറച്ച് തണുത്ത് വരുമ്പോഴേക്കൊക്കെ നല്ലപോലെ കുറുകി കിട്ടും. പരിപ്പ് ചേർത്തതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്ത് കമ്മിയാൻ തോന്നി ഒരു ലേശം കൂടി ചേർത്ത് ഇളക്കി വീണ്ടും നമുക്കതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി നമുക്കിത് വേവിക്കാം. കാരണം അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടണ്ടേ. അതുകൊണ്ട് അടപ്പ് തുറന്നു നോക്കി 3/4 ഭാഗം ഇപ്പോൾ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വേവിച്ചെടുത്ത പരിപ്പിൽ വെള്ളം കുറവാണെങ്കിൽ ഒരു 1/2 ഗ്ലാസും കൂടി ചേർത്ത് കൊടുക്കണതിന് കുഴപ്പമില്ല. സുക്കിനിയും തക്കാളിയും നന്നായി വെന്ത് കിട്ടണം. ഉള്ളിയും പച്ചമുളകും ജീരകവും കൂടി ചേർത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരം അരച്ചത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ കറിയിൽ തന്നെ വെള്ളം കൂട്ടിയിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. വീണ്ടും ഇതൊന്ന് എല്ലാത്തിൻ്റെയും പച്ച ചുവ മാറണ വരെ തിളപ്പിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ചോട്ടെ, പിരിഞ്ഞു പോകുമൊന്നുമില്ല. 2-3 മിനിറ്റ് അങ്ങനെ തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. കൂടുതൽ നമുക്ക് പച്ചക്കറിയൊന്നും ഇതിന് വേണ്ട. സുക്കിനി നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. അപ്പോൾ ഏകദേശം നമുക്കിത് വെള്ളമൊക്കെ കുറുകി വറ്റി പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം.
ഇതിലേക്ക് ഇനി കടുക് വറുത്ത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2-3 വെളുത്തുള്ളി, ഒരു 6-7 ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കത് ഇതുപോലെ വറുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത്രയേ പണിയുള്ളൂ നമുക്ക് ഈ സുക്കിനി കറി ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലോ കൂടുതലുമാണ്, അതുപോലെ പോഷക സമൃദ്ധമാണ് ഈ ഒരു പച്ചക്കറി. ഉണ്ടാക്കാത്തവർ ഈ സുക്കിനി കാണുകയാണെങ്കിൽ ഇനി വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കറി ഉണ്ടാക്കിയ ശേഷം ഞാനതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തണുക്കുന്നതിനനുസരിച്ച് ഒന്നും കൂടി വറ്റി വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറെ വിളമ്പുന്ന പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.